നമ്മൾ ഒരു മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാനുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഒരു സൈറ്റാണ്. ഇവിടെ നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ട്രോജന്റെ മറൈൻ പ്ലേ ആണ് നമ്മൾ ഉപയോഗിച്ചത്. 710 ഗ്രേഡിലുള്ള മറൈൻ പ്ലേ ആണ് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ മൈക്കയെല്ലാം തന്നെ ഗ്രീൻലമിന്റെ മൈക്കയാണ്. ഗ്രീൻലം ബ്രാൻഡിന്റെ മൈക്കയാണ്. അത് 1mm തിക്കിലുള്ള മൈക്കയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കിച്ചണിൽ സാറിന് നിർബന്ധമായും വേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ലാഡർ യൂണിറ്റ് ആയിരുന്നു അത്. ഇവിടെ നമ്മൾ ഒരു ലാഡർ യൂണിറ്റ് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാഡർ യൂണിറ്റ് ഹെറ്റിച്ച് ബ്രാൻഡാണ്. ഈ ഹെറ്റിച്ച് ബ്രാൻഡും സ്ലീക്ക് ബ്രാൻഡും, ഇതിൽ സ്ലീക്ക് ബ്രാൻഡിന് ഓൾമോസ്റ്റ് ഒരു 42,000 വരുന്നുണ്ട് വില. ഹെറ്റിച്ച് ബ്രാൻഡ് ആകുമ്പോൾ അതിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്ത് ഒരു 75,000 എത്തുന്നുണ്ട്. ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ക്വാളിറ്റിയും നിലനിർത്താൻ സാധിക്കും. അതിനുശേഷം നമ്മളിവിടെ ടാൻഡം ബോക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ടാൻഡം ബോക്സ് എല്ലാം തന്നെ നമ്മൾ ഹെറ്റിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെറ്റിച്ച് ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെല്ലാം. ഹെറ്റിച്ച് ബ്രാൻഡിൻ്റെ എപ്പോഴും ഇവിടെ എംബ്ലം ഉണ്ടായിരിക്കും, നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. ഇവിടെ 2 ടാൻഡം ബോക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് ഇത് നമ്മൾ ഒരു പ്ലേറ്റ് റാപ്പ്, ഈ റാഫും എല്ലാം നമ്മൾ ബ്രാൻഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു വേസ്റ്റ് ബിൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വേസ്റ്റ് ബിൻ നോർമൽ ടൈപ്പ് ആണ്. ഈ വേസ്റ്റ് ബിൻ ഇത് സ്ലീക്ക് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ തന്നെ കൂടിയ വേസ്റ്റ് ബിൻ ഉണ്ട്. അത് ഓൾമോസ്റ്റ് 4,500 വരും. അതാവുമ്പോൾ നമുക്ക് ഈ ഷട്ടറിൽ തന്നെ റൊട്ടേറ്റ് ആയി ഓപ്പൺ ആവുന്ന ടൈപ്പാണ്. അതിനുശേഷം ഇവിടെ നമ്മൾ ഒരു ഡിറ്റർജന്റ് പൗഡറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഒരു ഡ്രോവർ നമ്മൾ കൊടുത്തതാണ്. ഇവിടെ മാഡത്തിന്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇവിടെ 2 സൈഡിൽ നമ്മൾ ഓരോ ഡ്രോവർ സെറ്റ് ചെയ്തു. പിന്നെ കുക്കിംഗ് റേഞ്ച് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്പേസ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. പിന്നീട് ബാക്കിയെല്ലാം സ്റ്റോറേജ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലോഫ്റ്റും നമ്മൾ എല്ലാം സ്റ്റോറേജ് ആണ്. ഇവിടെ നമ്മൾ ഒരു GTP സെറ്റ് ചെയ്ത്